ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നീറ്റ് സ്റ്റുഡൻറ്റ് ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അതിലും അവർക്ക് ലോ മാർക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് എങ്ങനെ ഫ്ലക്ച്വേറ്റ് ആകും, ഇനി എന്ത് എടുക്കണം, ഇനി എന്ത് ചൂസ് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആസ് എ നീറ്റ് ആസ്പിറൻറ്റ് ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ട് അവരവരുടെ സ്കോർ വന്നിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. ഇനി റാങ്ക് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു ലോ റാങ്ക് ആണ്, ഇല്ലെങ്കിൽ ഒരു ലോ സ്കോറാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ, അതും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മൈൻഡ് ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റും. അതും പ്രത്യേകിച്ച് ഒരു നീറ്റ് ആസ്പിറൻറ്റിന് നമുക്ക് ആലോചിക്കാൻ പറ്റും, ലോ മാർക്കാണ് കിട്ടിയത്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ലോ മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കണോ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുക. അഥവാ നിങ്ങളുടെ എയിം MBBS തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യുക. അതിനെ ഞാൻ പറയുള്ളൂ. നമ്മളുടെ എയിം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും MBBS ആണെങ്കിൽ MBBS എടുക്കുക. അഥവാ ഇപ്പോൾ നമുക്കറിയില്ല ഇനി എന്ത് ചെയ്യണം, 2 വർഷം അല്ലെങ്കിൽ 1 വർഷം വേസ്റ്റായി, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് കോഴ്സ് എന്തെങ്കിലും നോക്കുക. അടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും കോഴ്സ് നോക്കുക. അതും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ആയുഷ് കോഴ്സസ് തന്നെ വരുന്നുണ്ട്, അങ്ങനത്തെ കോഴ്സസ് നോക്കുക. ഇല്ലെങ്കിൽ മെഡിക്കലിൽ UG കോഴ്സസ് തന്നെ നമ്മൾ നോക്കാൻ നിൽക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഗവൺമെൻറ് കോളേജ് ആയിരിക്കും എയിം ചെയ്ത് നിൽക്കുന്നത്. ബിക്കോസ് നമ്മളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് അധികം എടുക്കാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ മെയിൻലി ഗവൺമെൻറ് ആയിരിക്കും നോക്കുന്നത്. അഥവാ നമ്മളുടെ മാർക്ക് കമ്മിയാണ്, നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജ് എടുക്കാൻ താല്പര്യമുണ്ട്, നമ്മളെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റും, ഒരു ലോണോ എന്തെങ്കിലും എടുത്ത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ആയുഷ് കോഴ്സാണ്. MBBSും BDS എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലപോലെ റേറ്റ് ആകും. ബട്ട് ഞാനിപ്പോൾ ഒരു ഹോമിയോപ്പതി എടുത്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത് വന്നിട്ട് എവിടെയായിരിക്കും ലോ ഫീസ് വരിക, എവിടെയായിരിക്കും എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നത്, അങ്ങനത്തെ ഒരു പ്ലേസിലേക്കായിരിക്കും ഞാൻ മൂവ് ചെയ്യുക. അപ്പം ഞാൻ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് സൈഡ് നോക്കി. ബിക്കോസ് ഇവിടെ വന്നിട്ട് ഫീസ് കുറച്ച് കമ്മിയാണ്. അതും കമ്പാരിറ്റീവ്ലി അതർ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഏകദേശം കമ്മിയാണ്, അത്രയ്ക്കും കമ്മി എന്നൊന്നും പറയാൻ പറ്റില്ല. സോ സെൽഫ് ഫൈനാൻസിങ് കോളേജ് നോക്കുന്നവർ, അതും പ്രത്യേകിച്ച് ആയുഷ് കോഴ്സ് നോക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറേ ചോയ്സസ് നമുക്ക് ഉണ്ടായിരിക്കണം. എവിടെ പോയാലും എവിടെയായിരിക്കും ബെറ്റർ, അങ്ങനെ ഇങ്ങനെ. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യ ആണെങ്കിൽ അവിടെയും വന്നിട്ട് ഫീസ് കമ്മിയായിരിക്കും. അതുമല്ലാണ്ട് അവിടെ വന്നിട്ട് കോമ്പറ്റീഷൻ ഹൈ ലെവലായിരിക്കും. BHMS, ആയുർവേദ എല്ലാത്തിനും വന്നിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേ നിൽക്കും. എനിക്കങ്ങനെ തമിഴ്നാട്ടിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഇതിന് വേണ്ടി ഒരു റഷ് ഉണ്ടാകും തോന്നിയിട്ടില്ല. ബിക്കോസ് നിറയെ ഇതുണ്ട്, കാറ്റഗറീസ് ഉണ്ട്, അതിൽ തന്നെ നിറയെ സീറ്റ് വന്ന് ഫില്ലാകും. സോ നമ്മളൊരു കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു റാങ്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ സെൽഫ് ഫൈനാൻസിങ്ങിൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ വന്ന് 2 വഴിയായിട്ട് നമുക്ക് വന്നിട്ട് തമിഴ്നാട്ടിലേക്ക് വരും. ഒന്ന് വന്ന് മാനേജ്മെൻറ്റ് കോട്ട, ഇല്ലെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട ഉണ്ടാകുമല്ലോ, AA CCC, ആ കോട്ട വഴി ഇല്ലെങ്കിൽ നമുക്ക് കയറാവുന്നതാണ്. സോ 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. പിന്നെ ഫീസും കുറച്ച് കമ്മിയായിരിക്കും. സോ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇതായിരിക്കും നോക്കാം. ഗവൺമെൻറ് കിട്ടിയില്ല, പിന്നെ നമ്മൾ സെൽഫ് എയ്ഡഡ് നോക്കും. അതും കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ഫീസ് കമ്മി അങ്ങോട്ടാണ് നമ്മൾ നോക്കുക. സോ തമിഴ്നാട് വന്നിട്ട് ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ, പഠിത്തത്തിൻ്റെ ഒരു കാര്യത്തിലും ഫീസ് സ്ട്രക്ചറും വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട് ഓക്കെയാണ്. ഇപ്പോൾ എന്ത് എടുക്കണം, മേ ബി ആയുഷ് എടുക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ 3 lakh 4 lakhൻ്റെ അടുത്ത് വരുന്നുണ്ട് പെർ ആനം. സോ നമ്മൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആയുഷ് കോഴ്സ് എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ സ്റ്റേറ്റ് നോക്കുക. ഇപ്പോൾ കർണാടകയിലും വന്നിട്ട് അത്യാവശ്യം നല്ല ഫീസസ് ഉണ്ട്. നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നോക്കുക. ഇത്ര ദിവസമായിട്ട് നമുക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. സോ നീറ്റിൻ്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു 2 റൗണ്ട് MBBSൻ്റെയും BDSൻ്റെയും 2 റൗണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആയുഷിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആയുഷിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ആകും, അതും നമുക്ക് നല്ലൊരു ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നീറ്റ് എഴുതിയ കുട്ടികളാണെങ്കിൽ കുറച്ച് നമുക്കൊരു ടെൻഷൻ മാതിരി ഉണ്ടാവും, നമുക്ക് കിട്ടിയില്ലല്ലോ. ബിക്കോസ് ഓൾമോസ്റ്റ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തില്ല, കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് തന്നെ MBBSൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിലാണ് ഞാൻ പോയിട്ട് കൗൺസിലിങ്ങിന് പോയിട്ട് ഞാൻ സീറ്റ് ഉറപ്പിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ബിക്കോസ് നമ്മുടെ കൂടെ പഠിച്ചവർ എല്ലാവരും വന്നിട്ട് ഓരോരോ കോളേജിൽ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടാവും. ബട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിലും നമുക്ക് ആ വെയിറ്റ് ചെയ്തതിന് ഒരു മീനിങ് ഉണ്ടാകും. ബിക്കോസ് നമുക്ക് നല്ല കോളേജ് തന്നെ കിട്ടും, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതും
പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ അത് കുറച്ചും കൂടി ഡിലേ ആകും. ഞാനിപ്പോൾ ഈ വീഡിയോ മെയിൻലി ഇടാനുള്ള റീസൺ വന്നിട്ട്, ഈ ഒരു കാര്യം പറയാനുള്ള റീസൺ വന്നിട്ട്, ഞാൻ റെഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിന് ഗൈഡ് ചെയ്യാൻ കറക്റ്റായിട്ടൊരു ആളുണ്ടാവില്ല. ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള കുട്ടികൾ എങ്ങനെ അഡ്മിഷൻ എടുക്കണം അങ്ങനത്തെ ഒരു വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ഇല്ലെങ്കിൽ കേരളമാണെങ്കിൽ നമ്മൾ കീം എഴുതിയിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അവിടെ നിന്ന് ഒരു കുട്ടി ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെയായിരിക്കും നമുക്കുള്ള പ്രൊസീജിയേഴ്സ് എന്ന് ആരും പറഞ്ഞു തരാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ചെറുതായിട്ടൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോയിൽ. സോ നമുക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. സോ നമ്മൾ ടെൻഷൻ ആവാൻ പാടില്ല, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ തന്നെ കൗൺസിലിംഗ് നടക്കും, TN ആയുഷ് എന്ന് പറഞ്ഞിട്ട്. അത് www.tnhealth.tn.gov.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ വന്നിട്ട് ഇവർ തന്നെ പബ്ലിഷ് ചെയ്യും. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ടാകാം. അതിൽ ഒരു ഫോം ഉണ്ടാകും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് നീറ്റ് സ്കോർ കാർഡ്, പിന്നെ നീറ്റ് മാർക്ക്, നമ്മുടെ 10th +2 മാർക്ക് ലിസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ ശരിയാക്കി വെക്കാം. അഥവാ നിങ്ങൾ കേരളത്തിൽ പഠിച്ച കുട്ടിയാണ്, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ കൺഫേം ആയിട്ട് എടുത്ത് വെക്കേണ്ടി വരും. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത് ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കുന്നതാണെങ്കിൽ നല്ലത്. ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. സോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, പിന്നെ നമ്മുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ വന്നിട്ട് ഇപ്പോൾ പഴയതുണ്ടെങ്കിൽ നമ്മളത് പുതുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് മുമ്പേ എടുത്ത് വെച്ചാൽ മതി. സോ ഇതൊക്കെ ഉണ്ടാകും. നമുക്ക് TN ആയുഷ് ആ വെബ്സൈറ്റിൽ വന്നിട്ട് ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ ഒരു ഫോം ഉണ്ടാകും. ആ ഫോം ഫില്ല് ചെയ്യുക, നമ്മൾ ഫോട്ടോ പേസ്റ്റ് ചെയ്യണ്ടാവും, അതൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ സെറോസ് കോപ്പീസ്, ഡോക്യുമെൻറ്റ്സിൻ്റെ സെറോസ് കോപ്പീസ് മൊത്തം നമ്മൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കും. ചെന്നൈയിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പുറത്തേക്ക് പബ്ലിഷ് ചെയ്യും. അതിൽ വന്നിട്ട് നമ്മൾ റാങ്ക് എത്രയാണെന്ന് നമ്മൾ നോക്കി വെക്കണം. പിന്നെ അവർ വന്നിട്ട് ഇമെയിൽ വഴിയോ ഇല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് വഴിയോ നമുക്ക് എന്താ ഇന്ന റാങ്ക്, ഇപ്പോൾ എനിക്ക് വന്നിട്ട് 100 റാങ്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, OBC കാറ്റഗറി 100 റാങ്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. അതിൽ ഇപ്പോൾ TN ആയുഷ് ആണെങ്കിൽ അതിൽ 3 ഫോം ഉണ്ടാവും. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട, ഒന്ന് ഗവൺമെൻറ് കോട്ട, ഒന്ന് മാനേജ്മെൻറ്റ് കോട്ട. ഈ 3 എണ്ണം ഉണ്ടാകും. സോ നമുക്ക് വേണമെങ്കിൽ 3-ൽ അപ്ലൈ ചെയ്യാം. 3-ൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ നമുക്ക് 3-ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ചതല്ല, നമ്മൾ കേരളത്തിലാണ് മൊത്തം നമ്മൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ മാനേജ്മെൻറ്റ് കോട്ടയെ നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെൻറ്റ് ഡോക്യുമെൻ്റ് എടുക്കുക, അത് മൊത്തം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഏത് ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ മാനേജ്മെൻറ്റ് കോട്ടയ്ക്കായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അത് നോക്കിയിട്ട് നമ്മൾ റാങ്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ റാങ്ക് എന്താണെന്ന് നോക്കി വെക്കുക. എന്നിട്ട് ഇപ്പോൾ എനിക്ക് 100 ആണ് റാങ്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് പറയുന്നതായിരിക്കും. ഈ റാങ്കിനുള്ളവർ ഇന്ന ഡേറ്റിൽ വന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഇവർ പറയും, ലൊക്കേഷൻസൊക്കെ അവർ തന്നെ പറഞ്ഞുതരും. അണ്ണാനഗർ കോളേജ് ഉണ്ടാവും, അവിടെ വരണം. അവിടെ വന്നിട്ടായിരിക്കും കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ്. ഇത് ഓഫ്ലൈനായിട്ടായിരിക്കും നടക്കുക. സോ ഓൾ ഇന്ത്യ കോട്ടയാണ്, മാനേജ്മെൻറ്റ് കോട്ടയാണ്, പിന്നെ ഗവൺമെൻറ് കോട്ടയാണെങ്കിൽ കൂടി നമ്മൾ വന്നിട്ട് അവിടെ പോയിട്ടായിരിക്കും നമ്മൾ കൗൺസിലിംഗ് നടത്തുക. സോ അവിടെ പോയിട്ട് എന്തൊക്കെയായിരിക്കും പ്രൊസീജിയേഴ്സ് എന്നുള്ളതിൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് എങ്ങനെയാണ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തതെന്നുള്ളത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോകും. അവിടെ പോയിട്ട് അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് കോളേജാണോ ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവർ പറയും നമുക്ക് വേറെ ഏതെങ്കിലും കോളേജിൽ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം, ബിക്കോസ് ഇവിടുത്തെ സീറ്റ് കഴിഞ്ഞു എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 കോളേജസൊക്കെ ഓപ്ഷണലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്താണ് കോളേജ് വേണ്ടത് ആ കോളേജ് അപ്പം തന്നെ പറയണം. നമുക്ക് പിന്നെ ടൈം എടുക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കുമ്പോൾ കുറച്ചും നേരം കൂടി വെയിറ്റ് ചെയ്യണം. അവർ നമുക്കൊരു ഫോം വരും. അത് വന്നിട്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ ആയിരിക്കും. ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത കോളേജ് തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ആ കോളേജിൽ നമ്മൾ ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. ഈ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് ഫീസായിട്ട് 1000 റുപ്പീസ്, ഇതൊന്നും GPay അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒന്നും അവർ വാങ്ങൂല. നമ്മൾ കയ്യിൽ തന്നെ ക്യാഷ് കൊടുക്കണം. 1000 റുപ്പീസ് ആദ്യം കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ
കോളേജ് കൺഫേമായി, സീറ്റ് ഇപ്പോൾ കൺഫേമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് മാനേജ്മെൻറ്റിനും പിന്നെ ഓൾ ഇന്ത്യ കോട്ടയ്ക്കും 25,000 അവിടെ തന്നെ പേ ചെയ്യണം. ഈ 25,000 നമ്മളുടെ കോളേജ് ഫീസിലേക്ക് വന്നിട്ട് ആഡ് ചെയ്യും അവർ. സോ അത് നമ്മൾ അവിടെ തന്നെ പേ ചെയ്യണം. ഇത് വന്ന് GP ആയിട്ടൊന്നും അവരെടുക്കില്ല, നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ അത്ര പേയ്മെൻ്റ് ഉള്ളൂ, 25,000 നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ 1,000 റുപ്പീസ് ഈ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സിന്. ഇപ്പോൾ ഗവൺമെൻറ് കോട്ടയാണെങ്കിൽ മേ ബി ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ ഗവൺമെൻറ് കോട്ടയ്ക്ക് കൊടുക്കാൻ പറ്റും. സോ ഗവൺമെൻറ് കോട്ടയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 500 രൂപയായിരിക്കും വരുന്നത്. കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങൾ 500 റുപ്പീസ് വരും. പിന്നെ ഒരു 10,000 റുപ്പീസ് സീറ്റ് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 റുപ്പീസും ഉണ്ടാകും. ഇതിലും ഈ 3 പേർക്കും വന്നിട്ട് ഫീസ് വാരി ആകും. മാനേജ്മെൻറ്റിന് ഒരു ഫീസ്, പിന്നെ ഓൾ ഇന്ത്യ കോട്ട ഒരു ഫീസ്, പിന്നെ ഗവൺമെൻറ് കോട്ടയ്ക്ക് ഒരു സെപ്പറേറ്റ് ഫീസായിരിക്കും. സോ അതൊക്കെ നമ്മൾ നോക്കുക. ഇപ്പം നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് നമ്മൾ ആ കോളേജ് കാണുക. കോളേജ് കണ്ടിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത്, പിന്നെ അവിടെ സ്റ്റുഡൻസ് ഉണ്ടാവില്ല, സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് റെഫർ ചെയ്യുക. വെറുതെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഈ കോളേജ് മതി, ഇല്ലെങ്കിൽ നമുക്കറിഞ്ഞ ആരെങ്കിലും ആ കോളേജിൽ ഉണ്ടാകും, അവർ പറയണം നമുക്ക് ഇൻഫർമേഷൻ ഇതിങ്ങനെ ഉണ്ടാകും. ബെറ്റർ നിങ്ങളായിട്ടൊന്ന് പോയി നോക്കുക, ഹോസ്റ്റലും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കോളേജ് ഒന്ന് ഇത് ചൂസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കുള്ളത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്, ഓൾ ഇന്ത്യ ആയുഷ് കൗൺസിലിംഗ്. ഇത് വന്നിട്ട് വേഗം തന്നെ തീർത്തുവിടും, കാരണം ഗവൺമെൻറ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓൾമോസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് ഗവൺമെൻറ് സീറ്റ്സിന് മാത്രമായിരുന്നു. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, കേരളത്തിലാണ്, എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വന്നിട്ട് AACCC അപ്ലൈ ചെയ്തിടണം. ഗവൺമെൻറ് കോളേജസിന് മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് 11,000 പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഓൺലൈനായിട്ട്. അഥവാ നിങ്ങൾക്ക് കോളേജസ് ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വന്നിട്ട് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അഥവാ നിങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ടുള്ള ഫീസിലേക്ക് അത് എടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നോക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ഓരോ അപ്ഗ്രഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം, ഇല്ലെങ്കിൽ നമ്മളുടെ എമൗണ്ട് പോകുന്നതായിരിക്കും കേട്ടോ. സോ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അഥവാ നിങ്ങൾ ഡീംഡ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ് കോളേജ് അങ്ങനത്തെ കോളേജസൊക്കെ നിങ്ങൾ ഓൾ ഇന്ത്യ ആയുഷ് കൗൺസിലിംഗിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇടേണ്ടി വരും ഡെപ്പോസിറ്റ് ആയിട്ട്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജസ് നമുക്ക് അപ്പോഴാണ് നമുക്ക് ഡീംഡ് കോളേജ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 11,000 പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് കോളേജസ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ഇന്ത്യ എല്ലാ ഇടത്തും നമ്മൾ ഇടുന്നത് ബെറ്റർ ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യ ഒക്കെ പോയി പഠിക്കണമെന്ന് താല്പര്യമുണ്ട്, എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോർത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. റാങ്ക് വൈസ് ആണ്, ബട്ട് ഈ ടൈം നമുക്ക് റാങ്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും ഇഷ്ടപ്പെട്ട് എടുക്കുക, ഇഷ്ടപ്പെടാണ്ട് പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ പോയി എടുത്ത് 2 വർഷം കഴിയുമ്പോഴേക്കും അയ്യോ മടുത്തേ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഒന്നാമത് താല്പര്യം ഇല്ലാണ്ട് പോയി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും. സോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കോഴ്സിൽ പോയിട്ട് എടുക്കാം. മെയിൻലി MBBS എന്തിനായിരിക്കും എടുക്കുന്നത്, ആൾക്കാരെ നോക്കാനും ചികിത്സിക്കാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഓരോ ഇതും, ആയുഷ് ആണെങ്കിലും BDS ആണെങ്കിലും ഒക്കെ അത് തന്നെയാണ്, പേഷ്യൻസിനെ നമുക്ക് നോക്കി ക്യൂർ ചെയ്യാനാണ്. സോ എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് എയിം ക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് തന്നെ എടുക്കുക. ഒരാളുടെ വാശിപ്പുറത്തോ അല്ലെങ്കിൽ ഒരാളുടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പോയിട്ട് ഒരു കോഴ്സ് എടുക്കാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് MBBS തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതായിരിക്കും. കുറച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലപോലെ ഡിലേ ആയിട്ടുണ്ട്, ബിക്കോസ് നീറ്റ് പിന്നെ എഴുതി പിന്നെ ഇനി റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്യണം. സോ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു പ്രഡിക്ഷൻ, നമ്മളുടെ ലൈഫ് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക, എങ്കിലും പോസിറ്റീവായി തിങ്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. പിന്നെ എൻ്റെ കോളേജ് അഡ്മിഷന് പ്രൊസീജിയർ എങ്ങനെ ഉണ്ടായിരുന്നു, കൗൺസിലിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ എൻ്റെ നീറ്റ് എക്സ്പീരിയൻസ്, എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്, ഏതാണ് കോച്ചിങ് സെൻറ്റർ, ഇതൊക്കെ ഞാൻ വന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.